ഇന്ന് കലോത്സവ നഗരിയിൽ ശ്രദ്ധാകേന്ദ്രമായത് കുറച്ച് ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളാണ്. പൊതുയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശീതൽ ശ്യാമും അനന്യയും ദീപ്തിയും പറഞ്ഞു. കലോത്സവം ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലിയായി മാറിയെന്നും 3 പേരും അഭിപ്രായപ്പെട്ടു. തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ആരതി കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഫ്രണ്ട്സാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫ്രണ്ട്സാണ്. 3 പേരാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്തുള്ളത്. ശീതൽ ശ്യാം, ദീപ്തി കല്യാണി, അനന്യ. ഓരോരുത്തരുടെയും വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഈ സ്കൂൾ കലോത്സവ വേദിയിലെത്തിയിട്ട്? വളരെ സന്തോഷമുണ്ട്. കാരണം തൃശ്ശൂർ എൻ്റെ നാടാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ ഒരു സ്വീകാര്യത കാണുമ്പോൾ വളരെ സന്തോഷം. കാരണം നമ്മളിപ്പോൾ കലയിലും പോലും ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വിഭാഗത്തിനെ മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു ബന്ധങ്ങളെ കാണണമെങ്കിൽ നമ്മൾ കലയുമായി ബന്ധപ്പെട്ടും നമ്മൾ ട്രാൻസ് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് തന്നെ അറിയപ്പെടണം. അതിലുപരി ഇവിടെയുള്ള മനുഷ്യർ നമ്മളെ കാണണം, നമ്മൾ അടുത്ത് ഇടപഴകണം. അപ്പോൾ അതിനുള്ളൊരു വേദി ഒരുക്കാൻ കൂടിയിട്ടെങ്കിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ധാരാളം പേര് കണ്ടു, സംസാരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ പണ്ടത്തെ ഒരു തുറിച്ചുനോട്ടം ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം, അതിലുപരി കുട്ടികളുടെ കലാപരിപാടികൾ നമ്മൾ കാണുന്നതിനും അല്ലെങ്കിൽ കേട്ടറിയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു മികച്ച നിലവാരമാണ് ഇവിടെ പുലർത്തുന്നത്. ഇപ്പോൾ സംഘനൃത്തത്തിൻ്റെ വേദിയിൽ തന്നെ വളരെ കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. സൂചി കുത്താൻ പോലും ഇവിടെയുള്ള ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ രാത്രി സമയത്തും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പിന്നെ അതുപോലെ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേര് ഇവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അവരുടെ ഉപജീവനമാർഗ്ഗമായിട്ട് കുടുംബശ്രീ വഴി അവർ ജ്യൂസ് സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു ഉപജീവനവും ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരെ പോയി കാണുക, സംസാരിക്കുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക ഒക്കെ തന്നെ വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഇവരിൽ 2 പേര് തൃശ്ശൂരുകാരാണ്. ശീതളും ദീപ്തി കല്യാണിയും തൃശ്ശൂരുകാരാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൂരത്തിൻ്റെ ഒരു നാടാണ്. അപ്പോൾ പൂരത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് 6-ാം തീയതി മുതൽ ഇപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ തൃശ്ശൂർ പൂരത്തിൽ ആകെ ഞാൻ തൃശ്ശൂർ ജില്ലയിലും ഞാൻ ആകെ 2 പ്രാവശ്യം തൃശ്ശൂർ പൂരം കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു. പക്ഷേ തൃശ്ശൂർ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ക്രൗഡും ഇവിടെ എനിക്ക് ഫീൽ ചെയ്തു ഈ കലോത്സവത്തിൽ. തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ പുലിക്കളിക്കാണ് ഞാൻ തൃശ്ശൂർ റൗണ്ടിൽ ക്രൗഡ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ചത് ഈ കലോത്സവത്തിലായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനൊരു ഡാൻസറാണ്. ഞാൻ ഇതുവരെ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നല്ലൊരു പെർഫോമർ ആണെന്ന് എനിക്കൊരു വിശ്വാസം ഞാൻ ചെയ്യുന്നുണ്ട്. എവിടെ ഡാൻസ് ഷോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവിടെ എത്തിയിരിക്കും. എനിക്ക് ആ ഷോ കാണാൻ ഭയങ്കര ആഗ്രഹം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷം തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രൗഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തുറിച്ച് നോട്ടവും കളിയാക്കലും പരിഹാസിക്കായിരിക്കും. പക്ഷേ ഈ വർഷം ഇപ്പോൾ കാലത്തിന് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നപ്പോൾ ഒരാൾ കളിയാക്കുകയോ പരിഹാസിക്കുകയൊന്നുമില്ല. എല്ലാം ദീപ്തിയല്ലേ, അറിയും, അങ്ങനെ സംസാരിച്ച് ഹഗ് ചെയ്യുന്നു, ഷേക്ക് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടുത്തെ ക്രൗഡ് കാരണം പ്രോഗ്രാംസ് ഒന്നും കാണാനും കൂടി പറ്റുന്നില്ല. കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, അത്രയും ക്രൗഡാണ് അവിടെ ഉള്ളിലുള്ളത്. എങ്കിലും ഞാൻ ശ്രമിച്ച് ഉള്ളിൽ പോയി 1-2 പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടു. വളരെയധികം നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒന്നും മിണ്ടാതെ ഒരാളും കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അതിലുപരി ആർജയും കൂടിയാണ്. കേരളത്തിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയും കൂടിയാണ്. അപ്പം മിണ്ടാത്ത ആളൊന്നുമല്ല. അനന്യോടും കൂടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രത്യേകതകളുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച മാമാങ്കമായ 58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്രധാന വേദിയായ നീർമാതളത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ കലോത്സവത്തിൽ ഏറ്റവും മികച്ച പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതുവരെ ആണും പെണ്ണും മാത്രം കഥാപാത്രങ്ങളായി വന്നുകൊണ്ടിരുന്ന ചവിട്ട് നാടകം, അതുപോലെ നാടകം, സ്കിറ്റ്, പല കാറ്റഗറി ഓഫ് പെർഫോമൻസിലും ഇന്ന് ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ അത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്വീകാര്യത എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. ശരിക്കും എത്രത്തോളം ട്രാൻസ് ഫ്രണ്ട്ലി ആയി ഇതുപോലത്തെ കലോത്സവ വേദികളും കലോത്സവ ഒക്കേഷൻസും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് മുൻപ് കലോത്സവങ്ങളിൽ പങ്കെടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫ്രണ്ട്സ് പങ്കെടുത്തുള്ള എക്സ്പീരിയൻസ് കേട്ട് പരിചയമുള്ളൂ.
തൃശ്ശൂരിൽ പൂരത്തിനും പുലിക്കളിക്കും അതുപോലെ ക്രിസ്മസ് പപ്പാമാർ ഇറങ്ങുമ്പോൾ ഒക്കെ ഉള്ള അതേ ഒരു ക്രൗഡിൻ്റെ ഫീലാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഗ്രൂപ്പ് ഡാൻസ് നീർമാതളത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സൂചി കുത്താൻ ഇടം പോലുമില്ല. ഒരുപാട് ദൂരത്തിൽ നിന്നാണ് ആ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടത്. ഞാൻ മാർഗ്ഗംകളി കണ്ടു, ചവിട്ടുനാടകം കണ്ടു. അവിടെ നിന്നൊക്കെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ ജനങ്ങളുടെ മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഞങ്ങൾ ഇതുപോലത്തെ ഒരു പൊതുവേദിയിൽ വരുമ്പോൾ, ഒരു പബ്ലിക്കിനിടയിലേക്ക് വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നേരെ ഉണ്ടായിരുന്ന തുറച്ചുനോട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരിൽ ഒരാളായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഷോ വളരെ ആകാംക്ഷയോടെ ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒപ്പം കുടുംബശ്രീയോടൊപ്പം ചേർന്ന് ടൗൺ ഹാളിലുള്ള വേദിയിൽ അതിനടുത്തായിട്ട് ഒരുപാട് ഭക്ഷണശാലകൾ, സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. കുടുംബശ്രീയോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളും ഒരു അടിപൊളി ജ്യൂസ് ഷോപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാനൊരു ജ്യൂസ് കുടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. അവിടുത്തെയും ക്രൗഡ് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് വളരെ നിറയ്ക്കുന്നു. കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള 14 ജില്ലകളിൽ നിന്നുള്ള കൗമാര പ്രതിഭകളെ മാറ്റുരയ്ക്കുകയും പരസ്പരം ഭയങ്കര സന്തോഷത്തോടെ ഒരു ഐക്യത്തോടു കൂടി മാറ്റുരയ്ക്കുന്ന ഈ ഒരു വേദിയുടെ ഭാഗമാകാനും ഇത്രത്തോളം സ്വീകാര്യതയുള്ളൊരിടത്ത് വന്ന് വളരെ സന്തോഷത്തോടെ സംസാരിക്കാനും സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. വളരെ സന്തോഷം. സംസാരിക്കുന്ന കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ലൊരു റേഡിയോ ജോക്കിയാന്നുള്ളത്. എനിക്ക് സംശയം തോന്നി, ഇനി ആങ്കർ ഞാൻ മാറിപ്പോയോ എന്ന് എനിക്ക് തുടക്കത്തിൽ സംശയം തോന്നിയായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, രണ്ടുപേരും സെലിബ്രിറ്റീസ് കൂടെയാണ്, രണ്ടുപേരും സിനിമയിൽ അഭിനയിച്ച് നിൽക്കുകയാണ്. ആ വിശേഷം കൂടെ ചോദിക്കാതെ ഈ സംസാരം പൂർത്തിയാവില്ല. അപ്പോൾ സിനിമയിലെ വിശേഷം കൂടെ ചോദിക്കാം. കഴിഞ്ഞ ജൂലൈയിലെ വനിതാ മാഗസീൻ്റെ കവർ ഗേളായിരുന്നു ഇന്ത്യയിൽ തന്നെ വനിത പോലൊരു മാഗസീൻ്റെ കവർ ഗേളായിരുന്നു ഞാൻ. ആവാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ സുവർണ്ണപുരുഷൻ, ലാലേട്ടൻ്റെ സ്റ്റോറി പറയുന്ന സുവർണ്ണപുരുഷനിലെ ഒരു കഥാപാത്രമാവാൻ അതിൽ സാധിച്ചു. അതിനോടൊപ്പം ചാർമിനാർ എന്ന് പറഞ്ഞൊരു മൂവിയിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ടൊരു പാസ് നേടുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തി. എൻ്റെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് കാബോഡി സ്കേപ്പാണ്, ജയൻ ചെറിയാൻ സാറിൻ്റെ. എൻ്റെ സെക്കൻഡ് മൂവി ആഭാസം ഇപ്പോൾ പുറത്തിറങ്ങാതിരിക്കുകയാണ്. റിമ കലിങ്കിൽ, സുരാജ് വെഞ്ഞാറമൂട്, അലിൻ സെറട്ടൊക്കെയാണ് കാസ്റ്റിംഗ്. ഞാനതിൽ പ്രധാനമായിട്ടൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. മീര എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഈ ജനുവരി ലാസ്റ്റിൽ ആ ഫിലിം ഇറങ്ങും. ഒരു സോഷ്യൽ സെറ്ററിലുള്ളൊരു മൂവിയാണ് ആഭാസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടുന്നൊരു ബസ്സിലെ 40ഓളം യാത്രക്കാരുടെ കഥയാണ് ആ ഫിലിം പറയുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ കളിപ്പാട്ടങ്ങൾ വിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എൻ്റെ ഒരു കഥാപാത്രം അതിൽ അവതരിപ്പിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സെലിബ്രിറ്റികളായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അതിലുപരി കുറച്ചും കൂടി ഫിലിമിനൊരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ മൂവി ഇമ്മോറൽ നൈറ്റിൻ്റെ ഷൂട്ട് അടുത്ത മാസം തുടങ്ങും. സ്കൂൾ ഓഫ് ഡ്രാമയിലെ സുജിത് സാറാണ് അത് ചെയ്യുന്നത്. അലൻ സിറാട്ടിനാണ് പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമാ ജീവിതവും പോകുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ഈ വരുന്ന 21-ാം തീയതി കേരള ഫാഷൻ ലീഗിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയാണ് ഓപ്പണിംഗ് ഫാഷൻ ഷോ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട്. അപ്പോൾ അതിലും ഞങ്ങൾ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. ദ്വയയിലെ 15 ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ കേരള ഫാഷൻ ലീഗിൽ ഞങ്ങൾ ഓപ്പൺ അപ്പ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഒരു ഷോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. പേരും സംസാരിച്ചപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ പൊതുയിടങ്ങളിലേക്ക് വരുമ്പോൾ തുറിച്ചുനോട്ടമൊന്നുമില്ലാന്ന്. നമ്മുടെ ആളുകളുടെ കാഴ്ചപ്പാട് മാറുന്നു, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു സൂചന തന്നെയാണ്. അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. ഇവരെ നമ്മളിൽ ഒരാളായിട്ട് കാണാനുള്ളൊരു നല്ലൊരു പ്രതീക്ഷയിലോട്ട് നമുക്ക് അങ്ങനെ ഒരു നാളെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം നമ്മുടെ അടുത്ത് വിശേഷങ്ങൾ പങ്കുവെച്ചവർക്ക് 3 പേർക്കും നന്ദി. കൂടുതൽ മീഡിയ വണ്ണിൻ്റെ കലോത്സവ വിശേഷങ്ങൾക്കായി വീണ്ടും മീഡിയ വണ്ണിനൊപ്പം തുടരുക, കലാപൂരത്തിനൊപ്പം ചേരുക. നന്ദി.